എവിടെ പോണേ? കാൻബറ എവിടെയാ? ഓസ്ട്രേലിയ. ലിഫ്റ്റ് എടുക്കാം. നമ്മൾ ഏത് ഫ്ലൈറ്റിലാണ് പോകുന്നത്? കോണ്ടസ്. അപ്പോൾ നമുക്ക് കോണ്ടസിൻ്റെ ഫ്ലൈറ്റ് എങ്ങനെയുണ്ടെന്നും അതിലെ ഫുഡ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് പറയാം അല്ലേ? എല്ലാവരും കാണിച്ചു കൊടുക്കാം അല്ലേ? നമ്മൾ ചെക്കിനൊക്കെ ന്യൂസിലാൻഡിൽ നിന്നുള്ള ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ന്യൂസിലാൻഡ് ടു ഓസ്ട്രേലിയ ട്രാവൽ ചെയ്യുമ്പോൾ ചെക്കിനൊക്കെ കൂടുതലും സെൽഫ് ചെക്കിനൊക്കെയാണ്. പക്ഷെ എന്നാലൊരു ഹെൽപ്പിനുണ്ടാവും. കണ്ടിടത്തോളം കോണ്ടസിൻ്റെ സ്റ്റാഫുകൾ സീനാണ്. കാര്യമായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചിരിച്ച് നമ്മളോട് സംസാരിക്കുന്ന പോലെ ഒന്നും സംസാരിക്കുന്നില്ല. നോക്കട്ടെ മുന്നോട്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ ചെക്കിങ് കഴിഞ്ഞു അല്ലേ? ഇഷ്ടമായില്ലേ? അതെന്താ? അതിൻ്റെ ഉള്ളിൽ ഇവൻ്റെ പോക്കറ്റിൽ വാച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കെട്ടാൻ വേണ്ടി കൊടുത്തിട്ട് മറന്നുപോയി. ഞാൻ തന്നെ മറന്നുപോയി. അപ്പോൾ അത് പി അടിച്ചു. അപ്പോൾ ഞങ്ങളെ ബോഡി ചെക്കിങ് ചെയ്തു. പക്ഷെ നല്ല സഹകരണ മനോഭാവമുള്ള ഇമിഗ്രേഷൻ ഓഫീസേഴ്സായിരുന്നു. ന്യൂസിലാൻഡ് എയർപോർട്ട് ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. അധികം ഷോപ്സ് ഒന്നുമില്ല. ഒരു ഷോപ്പിംഗ് മോൾ പോലെയുണ്ടല്ലേ? നമുക്ക് അവിടെ എത്തിയപ്പോൾ ഒരു മക്ഡൊണാൾഡ്സ് കിട്ടി. പിന്നെ ഇച്ചിരി ഒരു പ്ലേ ഏരിയ ഉണ്ട്. ബട്ട് യു കനോട്ട് പ്ലേ നാവും. ഓക്കെ, പ്ലേ ഏരിയക്കുള്ള ഒരു മക്ഡൊണാൾഡ്സ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും കഴിക്കട്ടെ. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങളുടെ പെട്ടിയൊക്കെ ഈ ഫ്ലൈറ്റിൽ കയറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് തൊട്ടടുത്ത്. അപ്പോൾ കാണാൻ പറ്റും. കാർ സീറ്റൊക്കെ ഫ്രീ ആയിട്ട് അയക്കാം. ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയ ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാർ സീറ്റൊക്കെ ഫ്രീ ആണ്. അതൊന്നും ലഗേജിൽ ആഡ് ചെയ്യുന്നില്ല. അതുപോലെ കുട്ടികളുടെ സ്ട്രോളറും ഫ്രീ ആണ്. കോണ്ടസിൽ എയർ ന്യൂസിലാൻഡിലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പെട്ടിയൊക്കെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങളിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അതെൻ്റെ ബർഗർ കഴിഞ്ഞോ? നല്ല വിശപ്പായിരുന്നല്ലേ നമുക്ക്? ഞാനൊരു ബർഗർ പറഞ്ഞു, അതാനൊരു ബർഗർ പറഞ്ഞു, ഒരു ഹോട്ട് ചോക്ലേറ്റ്, ഒരു വാട്ടർ, ഒരു ഫ്രൈസ്. ഇത് പുതിയ ബർഗർ. മക്ഡൊണാൾഡ്സ് പുറത്തിറക്കിയ പുതിയ ബർഗർ. മഗ് ബാർബിക്യൂ ബണ്ടിറ്റ്, അങ്ങനെ എന്താ പേര്. അപ്പം ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. ഇതാ വിൻഡോ സീറ്റ് കിട്ടിയില്ലേ? വിൻഡോ സീറ്റ് കിട്ടി. നമ്മുടെ എന്താണ് ഇത്, ചിറകിൻ്റെ അടുത്തല്ലേ? എൻ്റെ വിങ്സിൻ്റെ അടുത്ത്. ചെറിയ ഫ്ലൈറ്റ് അല്ലേ? നമ്മൾ ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ കയറാനുള്ള പോലത്തെ ഫ്ലൈറ്റൊക്കെ പോലെ തന്നെ. എക്കണോമി. പക്ഷെ നല്ലൊരു സ്ക്രീൻ തരുന്നുണ്ട്. മൂവീസൊക്കെ ഉണ്ട്. പിന്നെ സ്പേസ് ഒന്നും വലിയ കാര്യമായിട്ടില്ല. നമ്മളൊരു സാധാരണ ഫ്ലൈറ്റിൽ കയറുന്ന ഫീലൊക്കെ ഉള്ളൂ. കോണ്ടസിൻ്റേതായ ഒരു ഫീലൊന്നും കിട്ടുന്നില്ല അല്ലേ? ഇതിൽ എന്നെ സർപ്രൈസ് ചെയ്ത കാര്യം ഇതാട്ടോ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. കനിക കുസൃതി അഭിനയിച്ച പടം. അതിൻ്റെ അതുണ്ട് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് യൂണിറ്റിൽ. കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ന്യൂസിലാൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്കുള്ള ആദ്യത്തെ യാത്രയാണ്. ന്യൂസിലാൻഡിലേക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു കൺട്രി തന്നെയാണ്. കാരണം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ന്യൂസിലാൻഡിനെ. നമ്മളിപ്പോൾ ക്ലൗഡൊക്കെ ഇങ്ങനെ കണ്ട് മുകളിലേക്ക് പോകുമ്പോൾ താഴത്ത് പച്ചപ്പ് കാണാം. ന്യൂസിലാൻഡ് മുഴുവൻ പച്ചപ്പാണല്ലോ. 2600 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. മെൽബൺ വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്. മെൽബൺ ത്രൂ അവിടെ നിന്നൊരു കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് കാൻബറയ്ക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഫുഡ് വന്നു. അതായത് എന്താണ്? പൊട്ടറ്റോ ആൻഡ് ബാർബിക്യൂ വിത്ത് എന്തൊക്കെയോ ഇട്ടൊരു സാലഡ്, പ്ലസ് ഒരു കുക്കീസും ഒരു എന്തോടത് ചീസ്. ചീസും കുക്കീസൊക്കെ കൂട്ടി കഴിക്കണം അത്രേ. അതൊരു അത്യാവശ്യം കഴിച്ചോണ്ടിരിക്കുക അല്ലേ? നല്ല പോർഷൻ ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് നോക്കാം. ന്യൂസിലാൻഡിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. 1 മണിക്കൂറിന് മുകളിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ തസ്മാൻ കടലിൻ്റെ മുകളിൽ കൂടെയാണ് പറക്കുന്നത്. ഓസ്ട്രേലിയയുടെയും ന്യൂസിലാൻഡിൻ്റെ ഇടയിലുള്ളൊരു കടലിൻ്റെ പേരാണ് തസ്മാൻ. ആ ഗ്രീൻ കളറിൽ കാണുന്നതാണ് എയർ റൂട്ട്. ഓക്ലാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മെൽബണിലേക്ക് പോകുന്ന എയർ റൂട്ടാണ് കാണുന്നത്. അതാണ് വയറ് നിറച്ചും ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കത്തിലേക്ക് കയറിയിട്ടോ. അവൻ കാലത്ത് എണീറ്റതാ പാവം. നല്ല ക്ഷീണം ഉണ്ടാവും. ഞാനും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും മെൽബൺ എത്താറായിട്ടുണ്ട്. മെൽബണിൻ്റെ ആകാശത്തിൽ കൂടിയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. മെൽബൺ കാണാനും ഏകദേശം ഓക്ലാൻഡ് പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. കാരണം താഴെ നല്ല പച്ചപ്പുണ്ട്, കുറേ ഫാമുണ്ട്, മൊത്തത്തിലൊരു ഗ്രീനറി കാണുന്നുണ്ട്. എല്ലാവരും ഓസ്ട്രേലിയ ഡെസേർട്ട് പോലെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ
ഞാൻ കണ്ടപ്പോൾ അവിടെ പച്ചപ്പാണ് കാണുന്നത്, മുന്നോട്ട് എന്താണെന്ന് അറിയില്ല. നല്ലൊരു വൈകുന്നേരമായിരുന്നു, നല്ലൊരു സൺസെറ്റിലേക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഫ്ലൈറ്റ് അപ്പോൾ ഏകദേശം ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. അതന്നെ എണീപ്പിക്കട്ടെ. ദൈവമേ, അതിൻ്റെ ഉള്ളിൽ ചെറിയ നൂൽക്കമ്പിയൊക്കെ പോകുന്നുണ്ട്. ആ നൂൽക്കമ്പിയൊക്കെ പൊട്ടിയ ചിലപ്പോൾ ഈ സാധനം വർക്ക് ചെയ്യത്തില്ലല്ലേ? നമുക്കിനി അടുത്ത ഫ്ലൈറ്റിൽ കയറണ്ടേ? മെൽബണിൽ നിന്ന് കണക്ഷൻ ടു കാൻബറ. മെൽബൺ എത്തിയില്ലേ? മെൽബണിൽ നിന്നുള്ള സെക്കൻഡ് ഫ്ലൈറ്റ്. എങ്ങനെയുണ്ടായി ഓക്ലാൻഡിൽ നിന്നും മെൽബണിലേക്കുള്ള ട്രാവല്? ഫുഡ് നല്ലായിരുന്നില്ലേ? ഫുഡ് ഇഷ്ടമായില്ല? ചിക്കൻ കഴിച്ചല്ലോ നീ, കമന്ന് കഴിക്കണ്ടാവില്ലോ ചിക്കൻ. അതിനകത്ത് കുറേ സാലഡൊക്കെ ഉണ്ടായി, അത് ഇവന് ഇഷ്ടമല്ലല്ലോ. പിന്നെ മൊത്തത്തിൽ ടയർഡായി അല്ലേ? അതാ കിടന്ന് ഉറങ്ങിയില്ല കുറേ നേരം. അപ്പം കണ്ടല്ലോ അതന്നെ ഉറങ്ങണേ. അതന്നെ ഉറങ്ങിയിട്ട് കൂർക്കം വലിച്ചപ്പോൾ എയർ ഹോസ്റ്റസ് വന്ന് പറഞ്ഞു കൂർക്കം വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, കൂർക്കം വലിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അമ്മനെ കാണണ്ടേ? എക്സൈറ്റഡ് ആണോ? അമ്മനെ കാണണ്ടേ? അമ്മനെ കാണുമ്പോൾ എന്താ പറയാ? അപ്പോൾ വിത്തിൻ 1 hour ക്യാൻബറ എത്തും, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ക്യാൻബറ ഇറങ്ങിയിട്ട് ബാഗ് എടുക്കാനുള്ള ഒരു ടെൻഷനും എക്സൈറ്റ്മെൻറ്റിൽ നടന്നു വരുമായിരുന്നു. സ്റ്റാൻസി അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ടായി. അവൾ ഓടി വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. പിന്നെ എക്സൈറ്റ്മെൻറ്റും ആ സന്തോഷത്തിലും ഒക്കെ ഞാൻ ബാക്കി എൻ്റെ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടോ. കൂടെ വന്ന അവളുടെ ഫ്രണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി അവളെ കണ്ടപ്പോൾ. അപ്പോൾ ഇനി ഓസ്ട്രേലിയയിലെ പുതിയ വിശേഷങ്ങളും പുതിയ ന്യൂസുകളും പുതിയ ഇൻഫോർമേഷൻസൊക്കെ ആയിട്ട് അടുത്തടുത്തുള്ള വ്ളോഗുകളായിട്ടൊക്കെ വരാം. അപ്പോൾ താങ്ക് യു.